ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കോമ്പിൽ ഒരു സിമ്പിളല്ല, കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ആക്സസറീസും കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 പീസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ നമ്മൾ ഡിസൈൻ ചെയ്യാനും രണ്ടാമത്തത് നമ്മൾ അടിവശം വന്ന് കവർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. രണ്ടും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് മുറിക്കണത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെ ചോദിച്ചാൽ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യും, എന്നിട്ട് പിന്നെ ആ ഡിസൈനിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ വെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം മുറിക്കുമ്പോൾ തന്നെ 2 കഷ്ണമാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അടിവശവും മേൽവശവും ഒരേപോലെ കവറായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാൻ പോളൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിൽവറോ ഗോൾഡോ കളേഴ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. എനിക്ക് കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഉള്ളത് സിൽവർ ആൻഡ് ഗോൾഡ് കോമ്പിനേഷനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗോൾഡും സിൽവറും വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോളൻ എടുത്തിട്ട് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക. ബിക്കോസ് എൻ്റെ തലയിൽ ഒരു ഐഡിയയും എൻ്റെ തലയിൽ ഉദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ വെച്ചാലാണ് ഭംഗി എന്നൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് ഹെയർ ബാൻഡിൽ ചെയ്യാനാണ്, പക്ഷേ ചെയ്ത് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തോന്നിയത് കോമ്പിൽ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലോ, ഈ പോളനിലെ ലീഫൊക്കെ എടുത്തിട്ട് നമ്മൾ എൻഡ് വശം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിലേക്ക്, അതായത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണ് കൊച്ചിയിലും ഞാൻ കൊയിലാണ്ടിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ, ഞാൻ നമ്മുടെ ഗ്ലൂ ഒട്ടിച്ച് ആക്കിയതിന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പോളൻ അതിൽ വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു സാധനം ചെയ്യുമ്പോൾ കടന്തൊലിച്ച് ചെയ്യാതിരുന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് മേൽവശമാണ്, മേൽവശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഗ്രീൻ കളർ തണ്ടുണ്ടല്ലോ, അത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതൊന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂചി നൂലും കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് കംപ്ലയിൻസ് ഒന്നും വരരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക, ഒന്നിൻ്റെ മേലെ അതായത് ഗം ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും ഞാൻ ഇപ്പോൾ നൂലും കൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഒട്ടിച്ചാലും എനിക്കൊരു എന്താ പറയുക, കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സൊരു മാതിരി ആവില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഇഷ്ടമുള്ള കളറ് നൂല് എടുക്കാൻ നോക്കരുത്. ബിക്കോസ് നമ്മൾ വേറെ ഏതെങ്കിലും കളറ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ ഒരു ഞാൻ പച്ച നൂലാണ് എടുത്തിരിക്കുന്നത്, അതായത് പച്ച തണ്ടിനെ മാച്ചായ രീതിയിൽ നിങ്ങൾ ചുവപ്പ് നൂല് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് മാച്ച് ഒന്നില്ലെങ്കിൽ ഗോൾഡ് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ എടുത്ത് നൂലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എപ്പോഴും എല്ലാ സാധനങ്ങളും മാച്ചിന് എടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതായത് മേൽവശം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ 8000 ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗമ്മാണ് ഈ 8000, അതാണ് ഞാൻ യൂസ് ചെയ്യുക. പക്ഷേ ഇതിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. അതായത് നമ്മുടെ ഗ്ലൂ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഗോൾഡൻ കളർ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാനിങ്ങനെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ ഫ്ലവർ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതാ ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യാനാണ് പോണ്. കണ്ടു, ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നിരത്തി ആദ്യം ആ പോളൻ്റെ ഒപ്പം തന്നെ 4 ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ താഴ്വശത്തൊക്കെ നമ്മൾ ഓരോ ഫ്ലവർ വീതം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ താഴ്വശം കാണുന്ന കണ്ടോ, ഒരു പോളിൻ്റെ തണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റൊക്കെ കാണുന്നുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചൊരു 2-3, എനിക്ക് തോന്നുന്നു താഴെ ഞാൻ 3 ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തുന്നിയെടുക്കാം കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിക്കായി ഇരിക്കുന്നുണ്ട് ഈ ഗ്ലൂ ഗണ്ണും കൊണ്ട് ഒട്ടിച്ച സമയത്ത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. താഴെയും മേലെയും കൂടെ ഇതിങ്ങനെ ഒരു എന്താ പറയുക, കാണുമ്പോൾ ഒരു 3D എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെൻ്റെ ഓൺ ഡിസൈനാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൺ ഡിസൈൻ എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ സ്വന്തമായിട്ടൊരു മോഡൽ കണ്ടുപിടിച്ചത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നിങ്ങൾക്കതുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സീരിയസ്ലി എനിക്കത് ഭയങ്കര ഒരു ഫീലാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം പക്ഷേ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 8000 ട്രാൻസ്പെറൻറ്റ് ഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും കൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഗം ആവുന്ന സമയത്ത് ഒട്ടി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ
നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഗ്യാപ്പിലൊക്കെ, അതായത് കുറച്ച് ഗ്യാപ്പ് കാണുന്ന അവിടെയൊക്കെ നമ്മൾ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. വൈറ്റും ഗോൾഡും പറ്റുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ല സൂപ്പർ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അതായത് ഈ ഒരു ഗമ്മും കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം നിൽക്കാണ്ട് എന്തോ ഞാൻ ഗ്ലൂ ഗണ്ണും കൊണ്ട് പിന്നെ അപ്ലൈ ചെയ്തതാണ്. ഗ്ലൂ ഗണ്ണും കൊണ്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഗോൾഡൻ കളർ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ 8000 ഗമ്മ് വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞു ബീഡ്സ് ഉണ്ടല്ലോ, അതായത് ഈ വലിയ വൈറ്റ് ബീഡ്സിൻ്റെ കുഞ്ഞു ബീഡ്സും കൂടെ നമ്മൾ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മൾ എല്ലാ ഫ്ലവറിലും ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും നമ്മൾ ഇതുപോലെ വൈറ്റ് ബീഡ്സ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ഉണ്ടല്ലോ, വൈറ്റ് കളർ സ്റ്റോൺസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല സൂപ്പർ ഗ്രാൻഡായിട്ട് നമുക്ക് വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഹെയർ ആക്സസറി ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിതൊരു 60 രൂപ 65 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അതിന് മേലേക്ക് സെയിൽ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകണം. അതിനായിട്ട് ഞാൻ കോമ്പ് എടുത്തിട്ട് ഈ ഒരു ഡിസൈൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കോമ്പ് ഈ ഗം അപ്ലൈ ചെയ്ത ഇളകി പോയില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാകും ചിലർക്കും. ഒരിക്കലും ഇളകി പോയില്ല, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ മേലെ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഈ ഫെൽറ്റ് ഷീറ്റും ഗമ്മും വെച്ച് ഈ ഗ്ലൂ ഗണ്ണും നല്ല കോമ്പിനേഷനാണ്. ഒരിക്കലും പോലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഈ കോമ്പ് എന്തായാലും നമ്മളതിൻ്റെ അടിയിലാണല്ലോ വെക്കേണ്ടത്, അതുകൊണ്ട് തന്നെ എന്തായാലും അത് ഇളകി പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മോഡലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കടയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 60 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുക. കടക്കാർക്ക് വേണമെങ്കിൽ 65 രൂപയ്ക്ക് സെയിൽ ചെയ്യാമല്ലോ. ഞാൻ എന്തായാലും ഇത് 60 രൂപയ്ക്കാണ് കൊടുക്കുക. കടയിൽ നിങ്ങൾ ഇല്ലാതെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 65 രൂപയ്ക്ക് കൊടുക്കുക. നല്ല പാർട്ടി വരട്ടെ, നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ തലയിൽ വെച്ചത് കാണിച്ചു തരാം. എൻ്റെ തലയിൽ വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നില്ല. ഞാൻ കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് ഫോട്ടോ നിങ്ങൾക്കൊന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചു എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത്രയും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായില്ലേ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. ബൈ.